ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. 2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നു. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1600 രൂപയുമാക്കിയിട്ടുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇക്കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം സാധ്യതയുള്ളിടത്തെല്ലാം ശ്രീ ബാലഗോപാൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമാന വർധനവ് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി ഇത്ര ആഴത്തിലായത്? ഇത്രയധികം കടമെടുക്കാനുള്ള വ്യഗ്രത കാണിച്ചത്? കടം, അതായത് GSDP വഴിയായിട്ട് 3% കടമെടുക്കാവൂ. അതിനുപരിയായിട്ട് കിഫ്ബിയും പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഒക്കെ വഴിയെടുത്ത കടം അത് ചേർക്കാതെ തന്നെ ബജറ്റിനകത്തെടുക്കാവുന്ന സഞ്ചിത കടം 29% GSDPയുടെ. അത് 36, 38 ഈ തരത്തിലേക്കൊക്കെ പോയപ്പോഴാണ് CAGയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒക്കെ ചൂണ്ടി വാണിംഗ് കൊടുത്തത്. കടക്കണിയിലേക്കാണ് പോകുന്നത്, ആവശ്യത്തിലധികം കടമെടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ മുദ്രകുത്തി. അങ്ങനെ കർശന നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണല്ലോ ഇവർ സുപ്രീം കോടതിയിൽ വരെ പോയത്, ഞങ്ങൾക്ക് വായ്പയെടുക്കാനുള്ള അവസരം ഒരുക്കി തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ പോയപ്പോഴാണ് ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം നമ്മുടെ നോർമൽ, അതായത് FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് എടുക്കാവുന്നത് ബജറ്റിന്റെ 3%, ബജറ്റിന്റെ അല്ല, നമ്മുടെ GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമാണ്. അത്രയും എടുക്കുന്ന കടത്തിലേക്ക് കിഫ്ബി വഴി നിങ്ങൾ കടം എടുത്തോളൂ, SSLP വഴിയും കടം എടുത്തോളൂ. പക്ഷെ അത് രണ്ടും ഈ 3% ഒതുങ്ങണം എന്ന് പറഞ്ഞ് കടത്തിലൊരു കടുംവെട്ട് വെട്ടിയപ്പോഴാണ് കടം എടുക്കാനുള്ള സാധ്യത കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ അങ്ങനെ ഈ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം 3-4 ഘട്ടമായിട്ട് 3-4 ഡിവൈഡ് ചെയ്ത് അത് 2022, 23, 24, 25, 26 വർഷങ്ങളിലെ കടമെടുപ്പിനകത്തേക്ക് ഉൾപ്പെടുത്തും എന്ന് സൂചന നൽകി. അങ്ങനെയാണ് കടമെടുക്കാനുള്ള പരിധി വീണ്ടും കുറഞ്ഞു പോയത്. അപ്പോഴാണ് ഇവിടെ വലിയ ബഹളവും കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളാരും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വെച്ച് കടമെടുക്കുന്നില്ല. കേരളം മാത്രമാണ് അങ്ങനെ ഒരു സംശയമുള്ളത്. ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഈ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമെന്നും ഇനി അങ്ങോട്ട് ഞാൻ പല കാര്യങ്ങളും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന വിഷയം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയതുകൊണ്ടാണ് അതിലേക്ക് ആദ്യം വന്നത്. മറ്റു കാര്യങ്ങളുമുണ്ട്, ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശികയും ഒക്കെയുണ്ട്. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ആ രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. കേന്ദ്രം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ നൽകുന്ന വിഹിതം എന്ന് പറയുന്നത് ഓരോ മാസവും 200 രൂപ മുതൽ 500 രൂപ വരെയാണല്ലോ. അത് ഈ പ്രായപരിധി വെച്ചും അതുപോലെ തന്നെ വിവിധ പെൻഷനുകളിലുമായിട്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് ഈ വിഷയമെന്ന് മുഖ്യമന്ത്രി വീണ്ടും പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ? കേരളം സ്വന്തം നിലയ്ക്ക് 1600 രൂപയാക്കിയതാണല്ലോ, അല്ലാതെ കേന്ദ്രം അതനുസരിച്ച് വിഹിതം കൂട്ടി നൽകണം എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണല്ലോ, കേന്ദ്രം കൃത്യമായിട്ട് ഈ പണം തരുന്നില്ല എന്ന്. ഏറ്റവും അവസാനമായിട്ട് തന്നത് 2023 23 ജൂണിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഇത്രയും മാസത്തെ പെൻഡിങ് കേന്ദ്രവും വെച്ചിട്ടുണ്ട്. ശരിയാണ്, കേന്ദ്രം നൽകുന്ന പണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിയില്ല. കേരളം സ്വന്തം നിലയ്ക്ക് കൂട്ടിയതാണ്. അത് കൂട്ടി 3000 രൂപ വരെ എത്തിക്കുമെന്നുള്ളത് തന്നെ LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അത് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മാർഗം മാത്രമല്ലേ? തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാർഗമാണ് മഞ്ജുഷ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. കേന്ദ്രം പണം കൊടുക്കണമെങ്കിൽ 200 മുതൽ 500 വരെയുള്ളത് കൊടുക്കണമെങ്കിൽ 500 കിട്ടുന്നത് 80 കഴിഞ്ഞവർക്കാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആ പെൻഷൻ സ്കീമിലൊക്കെ പെട്ട പണം കേന്ദ്രം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ഇത് കൊടുത്തതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തണം. അതുപോലെ തന്നെ ആ റിപ്പോർട്ടിനെ ഓഡിറ്റ് ചെയ്ത്
CAGയും റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിക്കണം. ഈ 2 റിപ്പോർട്ടുകളും കിട്ടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കേന്ദ്രം ആ ഫണ്ട് കൊടുക്കുകയുള്ളൂ. അതാണ് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ 5 മാസമായിട്ട് കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്രം ഫണ്ട് കൊടുത്തിരുന്നെങ്കിലും അത് കുടിശ്ശികയായിട്ട് കിടക്കുമായിരുന്നു എന്ന് ഓർക്കണം. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും കുടിശ്ശികയിട്ടാൽ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുപോലെ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം 23-24 വർഷത്തില് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് കേന്ദ്രം കൊടുത്ത ഗ്രാന്റ് പോലും വകമാറ്റി ചെലവഴിച്ചതല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ആദ്യ ഗഡു ഗ്രാന്റ് കേന്ദ്രം കൊടുത്തുള്ളൂ, രണ്ടാമത്തെ മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. അപ്പൊ ഈ വകമാറ്റി ചെലവഴിക്കല് എന്ന ഒരു ദുർച്ചെലവ് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖമുദ്രയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വകമാറ്റും, അതോടെ അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഓഡിറ്റഡ് റിപ്പോർട്ട് അയക്കാൻ പറ്റണമെങ്കിൽ കൃത്യമായി ഏത് ആവശ്യത്തിനാണോ ഫണ്ട് ചെലവഴിച്ചത് കേന്ദ്രം കൊടുത്തത് ആ ആവശ്യത്തിന് തന്നെ ചെലവഴിച്ചിരിക്കണം. അങ്ങനെയുള്ള ഓഡിറ്റഡ് റിപ്പോർട്ടാണ് കേന്ദ്രത്തിൽ എത്തേണ്ടത്. അങ്ങനെ എത്തുകയില്ല എന്ന കാരണം കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടാൻ താമസം വരുന്നു. തീർച്ചയായിട്ടും മഞ്ജുഷ്, ഞാൻ പറയുന്നതിന് മുൻപ് മഞ്ജുഷ് അത് പറഞ്ഞെറിഞ്ഞു. അതായത് രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് അതാണ് ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 ഒരു 3ാം വരവിന് വഴിയൊരുക്കുക. അതിനു വേണ്ടിയാണ് 2 ഗഡുക്കൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതായത് 2024-25 അവസാനമാകുമ്പോഴത്തേക്കും കൊടുക്കും. അതുവരെ ഉരുട്ടി പോയിട്ട് അടുത്ത 3 ഗഡുക്കൾ ഒന്നിച്ച് 25-26 വർഷത്തിൽ, അതായത് 25-ലാണല്ലോ ഇലക്ഷൻ ഉണ്ടാകേണ്ടത്, ആ സമയത്തേക്ക് കൃത്യമായിട്ട് കൊടുക്കും, അടുപ്പിച്ച് ഒറ്റയടിക്ക്. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് 2ാം പിണറായി ഗവൺമെന്റ് വന്നത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും വഴിയാണ്, അല്ലാണ്ട് ഭരണ മികവ് കൊണ്ടല്ല. കോവിഡ് വന്നു, കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ അരിയും ധാന്യങ്ങളും കിട്ടി, അത് കിറ്റായിട്ടും കമ്മ്യൂണിറ്റി കിച്ചണായിട്ടും കൊടുത്താണ് 2ാം വരവ് വന്നത്. 3ാം വരവിനും അതുപോലെ ചില ട്രിക്കുകൾ ഗവൺമെന്റ് ഇപ്പോഴേ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ മലയാളികൾ വീണ്ടും വീഴുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം സാർവത്രികമായി അംഗീകരിക്കപ്പെടുന്ന ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ചെലവിന്റെ 62.4% നിങ്ങൾ വലിയ തുകയായി മാറും. അത്ര ഇല്ല. എന്തിനു വേണ്ടിയാ വാദിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചറിയില്ല. അല്ല, അത്രയും തുക തരുന്നില്ല. അത് ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല, കേരളത്തിൽ തരുന്നില്ല. താങ്കൾ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിൽ കൂടുതൽ കിട്ടും. നിങ്ങൾ എന്തിനാണ് എന്റെ വായിൽ കയറി സംസാരിക്കുന്നത്? നിങ്ങൾ ആങ്കർ അല്ലേ? ന്യൂസ് ആങ്കർ അല്ലേ നിങ്ങൾ? എന്നോട് ചോദ്യം ചോദിച്ച് എന്നോട് ഉത്തരം പറയിപ്പിക്കാൻ നിങ്ങൾ CPM-ന്റെ എതിരാളികളല്ലോ, നിങ്ങൾ ആങ്കർ അല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. മേരി ജോർജ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 88-ൽ നിന്ന് 78 ആക്കിയത് ശരിയാണോ? സംസ്ഥാനങ്ങളുടെ നികുതി അധികാരം GST വഴി തട്ടിക്കൊണ്ടുപോയത് ശരിയാണോ? കേന്ദ്രത്തിന്റെ മൊത്തം മൊത്തം വരവിന്റെ 62% ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ബജറ്റ്. മിസ്റ്റർ പ്രകാശൻ, അതായത് 14ാം ധനകാര്യ കമ്മീഷൻ വരെയും സെൻട്രൽ പൂളിലേക്ക് വരുന്നത് 32% മാത്രമായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷനാണ് സെൻട്രൽ പൂളിലെ 42% വർദ്ധിപ്പിച്ചത്. ആ 42% നിന്നാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കേണ്ടത്. പ്രകാശൻ മാസ്റ്റർ ഒരു കാര്യം ഓർക്കണം, സംസ്ഥാനങ്ങൾക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു വകുപ്പില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഡിഫൻസ് വകുപ്പ്. അതുപോലെ സംസ്ഥാനങ്ങൾക്കില്ലാത്ത മറ്റൊരു വകുപ്പുണ്ട്, ഫോറിൻ അഫയേഴ്സ്. അതും സംസ്ഥാനങ്ങൾക്കില്ല, കേന്ദ്രത്തിനേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി കേന്ദ്രം കുറച്ച് കൂടുതൽ റവന്യൂ എടുക്കേണ്ടി വരും. മഞ്ജുഷേ, അതിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ മാഡം മേരി ജോർജ് അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. അതായത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടുകളും കൊടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു സാമ്പത്തിക വൈദഗ്ധ്യവും ആവശ്യമില്ല. കണക്ക് കൊടുക്കുക, കാശ് മേടിക്കുക, അങ്ങനെയുള്ള നമ്മുടെ സാധാരണ ഒരു കോമൺ സെൻസിന് വഴങ്ങുന്ന കാര്യമേ ഇതുള്ളൂ. അത് ഇവർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. ഇനി മറ്റൊന്ന്, ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കാനും അത് കൃത്യമായിട്ട് കൊടുക്കാനും വേണ്ടിയാണല്ലോ ഇവർ പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഇവിടെ ഇട്ടത്.
ആ പണം എവിടെ പോയി? കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പറഞ്ഞതാണ്, ഇത് ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെസ് എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ സെസ് കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്നുണ്ട്, ഒരു 2 രൂപ വെച്ച് പിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പണം എവിടേക്കാണ് പോയത്? അപ്പോൾ അത് ഇത് കുടിശ്ശിക തീർക്കുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ ഉദ്ദേശം. അത് എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് കാര്യം വളരെ എളുപ്പമുള്ളൊരു പണിയാണ്, ഏറ്റവും ഈസിയാണ്. ഈ പറഞ്ഞ പോലെ പെട്രോളിനും ഡീസലിനും വില കൂട്ടുക, അവിടെ ഇവിടെയൊക്കെ നികുതി കൂട്ടുക എന്നുള്ളത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ആ ഒരു ഷോർട്ട് കട്ടാണത്. ആ ഷോർട്ട് കട്ടാണ് ഇവർ തിരഞ്ഞെടുത്തത്. എന്നാൽ കൂടുതൽ ഇൻഡസ്ട്രികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, വർദ്ധിക്കുന്ന വരുമാനം ജനങ്ങൾ മാർക്കറ്റിൽ ചിലവഴിച്ചുകൊണ്ട് അങ്ങനെ നികുതി വരും, അതൊക്കെ എന്നൊക്കെ പറയുന്ന അതാണ് ശരിയായ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കാഴ്ചപ്പാട് വേണം, അതിൻ്റെ പുറകിൽ കൃത്യമായ പ്ലാനിങ് വേണം, കഠിനാധ്വാനം വേണം, ദീർഘകാല ലക്ഷ്യങ്ങൾ വേണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെയിൽ ഇങ്ങനെ എന്താണ് കുറച്ച് പണിയുള്ള കാര്യമാണത്. ഇതുപോലെ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല അത് അവർക്ക് പറ്റിയ പണി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്: ഇമ്മീഡിയറ്റ്ലി സെസ് കൂട്ടുക, നികുതി കൂട്ടുക, അങ്ങനെ വരുമാനം കൂട്ടുക. അതല്ലാതെ പിന്നെ ഈ മദ്യത്തിൻ്റെ പുറത്തുള്ള നികുതികൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക, കൂടുതൽ ബാറുകൾ അനുവദിക്കുക, അങ്ങനെ ആ രീതിയിൽ കൂട്ടുക. അതാണ് അങ്ങനെയുള്ള ഷോർട്ട് കട്ട് മാത്രമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ വേറൊന്ന്, ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ എന്താണെന്ന് ഇത്ര ബുദ്ധിമുട്ട്? ഈ മുഖ്യമന്ത്രി നടത്തിയ എത്ര പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ്. കെ-ഫോണും കേരളയിലും ഒക്കെ പോട്ടെ, ഗൾഫിൽ നിന്ന് തൊഴിലില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരുന്നവർക്ക് 6 മാസം അവരുടെ ശമ്പളം കൊടുക്കും, ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും നമ്മളെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതേപോലെയുള്ള പ്രഖ്യാപനം കൊടുക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എന്നുണ്ടെങ്കിൽ എന്ത് പ്രഖ്യാപനം വേണേ നടത്തി. ഓരോ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൃത്യമായ, അതായത് അക്കാര്യത്തിൽ ഇവർ വിദഗ്ധരാണ്, 2025-26 പൂർണ്ണമായിട്ട് കൊടുക്കും എന്ന് പറയുന്നു. ആ 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, കേരള നിയമസഭയുടെ അടുത്ത തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആ ഒരു പോക്കാണിത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ക്ഷേമ പെൻഷനുകൾ കൂട്ടി ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, അതുപോലെ ശമ്പളം, ഇതൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര കൂടി? ഒന്ന് ആലോചിക്കുക. 1500 രൂപ, 1600 രൂപ മാസം. ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ പുറത്താണ് ഇവർ ഈ നക്കാപ്പിച്ച കണക്ക് പറയുന്നത്. ഇനി കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയുണ്ട്, ഞാനതിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം PSC മെമ്പർമാരുള്ളത് കേരളത്തിലാണ്. ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് 24 കോടി ജനങ്ങളുള്ള UP-യിലേക്കാൾ കൂടുതൽ PSC മെമ്പർമാരും അവരുടെ ഏറ്റവും കൂടിയ ശമ്പളവും ഇവിടെയാണ്. 2 ലക്ഷം രൂപ, 6 വർഷം കാലാവധി. 6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം ഏതാണ്ട് ജീവിതകാലം മുഴുവനും 80,000 രൂപയോളം പെൻഷൻ, പരിധിയില്ലാത്ത മെഡിക്കൽ ചെലവുകൾ. ആലോചിച്ച് നോക്കുക. ഇത് ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ. ഓരോ കാര്യങ്ങളും നോക്കിക്കോളൂ നിങ്ങൾ. ആ സമയത്താണ് 2025-26 ഞങ്ങൾ പെൻഷൻ്റെ കുടിശ്ശിക തീർക്കുന്നതിനെപ്പറ്റി ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു അനീതിയുണ്ടോ മഞ്ജുഷേ? ശരി, ആ വരുമാന വർധനവ് എവിടെ? എന്നിട്ട് എങ്ങനെയാണ് ഈ പറയുന്നത് പോലെയുള്ള കുടിശ്ശികയൊക്കെ, അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തിയതിന്റെ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ 2 ഗഡു കുടിശ്ശിക ഇനി കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് പെൻഷൻകാരുടെ ക്ഷാമബത്ത, അത് മാത്രമല്ല അന്നത്തെ പെൻഷൻ വർധനവിന്റെ കുടിശ്ശിക, അതൊക്കെ ഇനിയും കൊടുക്കാനുണ്ട്. അതിന്റെ ഒപ്പമാണ് ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അതൊക്കെ പോകട്ടെ മഞ്ജുഷേ, നമ്മുടെ മെഡിക്കൽ കോളേജുകളെ നോക്ക്, നമ്മുടെ മെഡിക്കൽ എന്താണ് പറയുക, സർവീസസ് കോർപ്പറേഷന്റെ അവസ്ഥയൊന്ന് നോക്ക്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികൾക്ക് മരുന്നും
ഉപകരണങ്ങളും മെഡിക്കൽ കോളേജിന് വേണ്ടിയും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് വേണ്ടിയും വാങ്ങിയ വകയിൽ ബഹുകോടികൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ ഒരു മരുന്ന് കമ്പനിയും മരുന്ന് കൊടുക്കുന്നില്ല, എക്യുപ്മെന്റ്സ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ നടക്കുന്നില്ല, മരുന്ന് കൊടുക്കുന്നില്ല, താലൂക്ക് ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല. ഇതുപോലെ സമസ്ത മേഖലയിലും ശൂന്യത, അതായത് പണ ദൗർലഭ്യം കൊണ്ടുണ്ടാകുന്ന ശൂന്യത. വേണ്ടിടത്തൊന്നും വേണ്ടത്ര റിസോഴ്സസ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ വലിയ വരുമാന വർധനവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ അത് ഏത് മാളത്തിലേക്കാണ് പോകുന്നത്? ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ മഞ്ജുഷ്, ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കുക. അതിൽ IGSTയുടെ കോളം നോക്കുക. നമ്മുടെ ഓരോ ബജറ്റിൻ ഡോക്യുമെന്റിലും 5-6 വർഷത്തെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഈ GST കൊണ്ടുവന്ന വർഷം മുതലുള്ള IGSTയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാനാന്തര കച്ചവടത്തിൽ നിന്ന് കിട്ടേണ്ടതായ നികുതി വിഹിതം, അതാണ് IGST എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് IGST വലിയ തോതിൽ കിട്ടേണ്ടതാണ്. അല്ല, ബാലഗോപാലെ കള്ളം പറഞ്ഞതായിരിക്കത്തില്ല. മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് വളരെ എഫിഷ്യന്റ് ആണ്, വിഭവ സമാഹരണത്തിലൊക്കെ എഫിഷ്യന്റ് ആണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുക? എവിടെ കിടക്കുന്നു? മുഖ്യമന്ത്രി ആദ്യ ദിവസം സ്വയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞപ്പോൾ പറഞ്ഞ ആ പെർഫോമൻസ് എഫിഷ്യൻസി അത് എവിടെ കിടക്കുന്നു എന്ന് ആരും ചോദിക്കരുത്. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു പുകമറ എന്ന് മാത്രമാണ്. ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഇതേപോലെ ഓരോ കണക്കും കൊണ്ട് ചെല്ലും. അത് പാർലമെന്റിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പാർലമെന്റ് കഴിഞ്ഞ തവണ അന്ന് ഇദ്ദേഹമായിരുന്നു NK പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിനാണ് അന്ന് നിർമ്മലാ സീതാരാമൻ ഇവിടുത്തെ കേരളത്തിൻ്റെ വാദങ്ങളെ എല്ലാം കൂടെ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ചത്. അതേപോലെ തന്നെ ഇനിയും എത്ര കൊടുക്കാനുണ്ട്, ഇനിയും കൊടുക്കാനുള്ളത് തന്നെ എത്ര രൂപ കിട്ടാനുണ്ട്, എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് എന്താണ് എന്നുള്ളത് പാർലമെൻറ്റിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ധനകാര്യമന്ത്രി ഉത്തരം പറയും. അതിന് നമുക്ക് 1-2 ആഴ്ച വെയിറ്റ് ചെയ്താൽ മതി. ചോദിച്ചാൽ ഇവിടെ നിന്ന് ശരിക്കും എത്രയാണ് ഈ പറഞ്ഞ ഇവർ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് ഇവർ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പണം കിട്ടും. അതിന് ഒരിക്കൽ ഈ ബാലഗോപാൽ പറഞ്ഞത് ഈ സാങ്കേതികമായ കാര്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അത് കുത്തില്ല, കോമയില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പണം പിടിച്ചു വെക്കുന്നതെന്ന്. എൻ്റെ പൊന്നു സാറേ, കണക്ക് കൃത്യമായിട്ട് എഴുതാൻ അറിയാവുന്നവനെ കൊണ്ട് എഴുതിക്കുക. അതിൻ്റെ അകത്ത് കുത്തു വേണ്ടിടത്ത് കുത്തും, കോമ വേണ്ടിടത്ത് കോമയും, പൂജ്യം വേണ്ടിടത്ത് പൂജ്യവും വേണം. അത് നിർബന്ധമാണത്. അത് കൃത്യമായിട്ട് കൊടുക്കാതെ ഈ തക്കിട തരികിട പറഞ്ഞുകൊണ്ട് 5000 കോടി, 10000 കോടി, 50000 കോടി, 57000 കോടി എന്ന് പറഞ്ഞ് ഈ ആളെ പറ്റിക്കുന്ന ഏർപ്പാട് എത്ര കാലം ഇവർക്കും ഇന്ന് നല്ല കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ പറ്റിച്ചാണ് അവർ ഈ രണ്ടാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വന്നത്. അത് കൃത്യമായിട്ട് മേരി ജോർജ് മാഡം പറയുകയും ചെയ്തു.